നിങ്ങൾ ഈ മതസംഘടനകളോടോ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരോടോ ചോദിച്ചിട്ടുണ്ടോ നിങ്ങൾ എന്തിനു വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് എന്ന്? തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നിങ്ങൾ അങ്ങോട്ട് ചെന്ന് ചോദിക്കേണ്ട, അവരിങ്ങോട്ട് വന്ന് നിങ്ങളുടെ വീട്ടിൽ വന്ന് നിങ്ങളെ കണ്ടു പറയും അവരെന്തിനാണ് പ്രവർത്തിക്കുന്നത് എന്ന്. മതസംഘടനകളും നമ്മളോട് അവരെന്തിനു വേണ്ടി നിലകൊള്ളുന്നു എന്ന് പറയാൻ ഒരുപാട് പരിപാടികൾ നടത്താറുണ്ട്. ഗ്രഹസമ്പർക്ക പരിപാടികളുണ്ട് മതസംഘടനകൾക്ക്. എല്ലാ മതസംഘടനകൾക്കും സ്വന്തമായിട്ട് ഓഫീസുകൾ, ലെറ്റർ ഹെഡുകൾ, സീലുകൾ, സ്റ്റാമ്പുകൾ, കൊടികൾ, മുദ്രാവാക്യങ്ങൾ, ജനസമ്പർക്ക പരിപാടികൾ, പൊതുസമ്മേളനങ്ങൾ, വമ്പിച്ച മഹാസംഗമങ്ങൾ എല്ലാം ഉണ്ട്. ഇതുപോലെ രാഷ്ട്രീയ പാർട്ടികൾക്കുമുണ്ട്. ഗ്രഹാങ്കണ യോഗങ്ങളും അയൽക്കൂട്ടങ്ങളും തുടങ്ങി വമ്പിച്ച സംഗമങ്ങൾ വരെ, വലിയ വലിയ ജനമുന്നേറ്റങ്ങൾ ഉൾപ്പെടെ ധാരാളം പരിപാടികൾ ഈ രാഷ്ട്രീയ പാർട്ടികൾക്കുമുണ്ട്. ഈ മതസംഘടനകളുടെ നേതാക്കന്മാർക്ക് അങ്ങനെ വിശ്രമമില്ല. നിങ്ങളൊക്കെ നിങ്ങളുടെ വീടുകളിൽ കുട്ടികളോടും ഭാര്യമാരോടും ഒത്ത് കഴിയുന്നത് പോലെ സുഖസുന്ദരമായിട്ട് ഈ മതസംഘടനകളുടെ നേതാക്കന്മാർക്ക് വീട്ടിൽ കഴിയാൻ സമയമില്ല. അവർ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഓടടാ ഓട്ടമാണ്. ഏതാണ്ട് എല്ലാ ദിവസവും അവർ പരിപാടികളിലും പ്രഭാഷണങ്ങളിലുമാണ്. വലിയ തിരക്കിലാണ് ചുരുക്കി പറഞ്ഞാൽ അവരുള്ളത്. തീരെ വിശ്രമമില്ലാത്ത ഒരു ജീവിതമാണ് അവരുടേത് എന്ന് നിങ്ങൾക്ക് നോക്കിയാൽ കണ്ടെത്താൻ പറ്റും. ഇനി നിങ്ങൾ രാഷ്ട്രീയ നേതാക്കന്മാരെ പറ്റി ആലോചിച്ച് നോക്കൂ. അവർക്കും തീരെ വിശ്രമമില്ല. അവരും വളരെ തകൃതിയായ ശ്രമങ്ങളിലാണ്. നിരന്തരം ചെറുതും വലുതുമായ സമ്മേളനങ്ങളിലും അതുപോലെയുള്ള പരിപാടികളിലും അവരും ഏർപ്പെട്ടിരിക്കുന്നു. ഇത്രയുമൊക്കെ സംഭവങ്ങൾ ഈ രാജ്യത്ത് നടക്കുമ്പോൾ ഒരു 50 കൊല്ലം മുമ്പ് നേരത്തെ ഞാൻ പറഞ്ഞു, ഇത്രയധികം മതസംഘടനകളോ മതപരമായ പരിപാടികളോ ഇല്ല. ഇത്രയധികം തെക്കുവടക്കുള്ള ഈ നേതാക്കന്മാരുടെ ഓട്ടമില്ല. ഇത്രയധികം പ്രഭാഷണങ്ങളില്ല. ഇത്രയധികം സലാത്ത് വാർഷികങ്ങൾ, ദുആ സമ്മേളനങ്ങൾ, രോഗശാന്തി ശുശ്രൂഷകൾ, അഖണ്ഡനാമയജ്ഞങ്ങൾ യാതൊന്നുമില്ല. ഒരു സമുദായത്തിനകത്തും കാര്യമായിട്ട് ഇത്തരം പരിപാടികളില്ല 50 വർഷങ്ങൾക്ക് മുമ്പ്. അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടികൾക്കും ഇത്രയധികം പരിപാടികളോ ഇതിലെ ഇത്രയേറെ നേതാക്കന്മാരോ ഇല്ല. പക്ഷേ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ 50 കൊല്ലങ്ങൾക്ക് മുമ്പ് ഈ നമ്മുടെ രാജ്യത്ത് താരതമ്യേനെ അതിന്റെ ധാർമ്മികമായ നിലവാരം, പരസ്പരമുള്ള മനുഷ്യർ, പരസ്പരമുള്ള ബന്ധം, പരസ്പരമുള്ള സ്നേഹം, പരസ്പരമുള്ള ആദരവ്, പരസ്പരമുള്ള അംഗീകാരം എല്ലാം ഇന്നത്തേതിനേക്കാളും നല്ല രീതിയിലായിരുന്നു എന്ന് നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും. അതായത് ഇവരെല്ലാവരും കൂടി ചികിത്സ തുടങ്ങിയപ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾ മാറുകയല്ല, നമ്മുടെ പ്രശ്നങ്ങൾ വർദ്ധിക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്ന് കാണാവുന്നതാണ്. അപ്പോൾ ഈ മതസംഘടനകൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഈ രാഷ്ട്രീയ പാർട്ടികൾ എവിടെയാണ് ചികിത്സിച്ചുകൊണ്ടിരിക്കുന്നത്? മതസംഘടനകളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും ഈ ശ്രമങ്ങളും സാന്നിധ്യവും വർദ്ധിച്ചപ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾ വളരെയധികം കുറയേണ്ടിയിരുന്നു. നമ്മുടെ പ്രശ്നങ്ങൾ മുൻകാലത്തെ അപേക്ഷിച്ച് കുറയുകയല്ല, വർദ്ധിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. പത്രങ്ങളിൽ നിരീക്ഷിച്ചാൽ നിങ്ങൾക്കത് കണ്ടെത്താൻ പറ്റും. ക്രിമിനൽ കേസുകളിൽ പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകളുടെ പേര് നോക്കിയാൽ മുസ്ലിം സമുദായത്തിന്റെ പ്രാതിനിധ്യം വളരെയധികം മുന്നിലാണ്. അവിടെ ഒരു കമ്മീഷന്റെയും ഒരു സംവരണത്തിന്റെയും ഒരു ആനുകൂല്യത്തിന്റെയും ആവശ്യമില്ല. ഒരു 4-5 ആളുകളെ പിടിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ 2, 3, 4 ആളുകൾ മുസ്ലിം സമുദായത്തിലെ നല്ല ഉത്തമ നൂറ്റാണ്ടിലെ ഉന്നതരായ സഹാബിവര്യന്മാരുടെ പേരുള്ളവർ. അവരിങ്ങനെ ഈ പോലീസ് സ്റ്റേഷനിൽ പണ്ട് ആമിർ ആ രാജകൊട്ടാരത്തിൽ ചെന്നിട്ട് നിന്ന നിൽപ്പ് ഇവരിപ്പോൾ നിൽക്കുന്നത് ഈ പോലീസ് സ്റ്റേഷന്റെ ലോക്കപ്പിന്റെ മുമ്പിലാണ് എന്ന് നിങ്ങൾക്ക് കാണാവുന്നതാണ്. എന്തുകൊണ്ട് ഈ സമുദായം ഇങ്ങനെ